അമ്മ അടിപൊളി ലുക്കിലാന്നല്ല വോട്ട് ചെയ്യാൻ പോന്നല്ലേ. അപ്പൊ പുതിയ ചെരുപ്പ് ഇട്ടല്ലേ? എങ്ങനെയുണ്ട് ചെരുപ്പ്? അടിപൊളിയാണ്, അടിപൊളിയാണ്. നല്ല സുഖമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മ ഇതുവരെ ഓൺലൈനിൽ നിന്ന് ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടാട്ടോ, ആദ്യമായിട്ടാണ് ചെരുപ്പ് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത്. എങ്ങനെ ഉണ്ടാവുന്നില്ലേ വലിയ ഒരു ഐഡിയ ഉണ്ടായിട്ട്, പക്ഷെ നല്ല അടിപൊളി ചെരുപ്പാണ്, നല്ല സുഖമുണ്ട് ഇട്ട് നടക്കാൻ. അപ്പോൾ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടാ. അടിപൊളിയായിട്ടുണ്ടല്ലോ ചുരിദാർ. ഇതാ ഇന്നലെ വാങ്ങിയ പാൻറ് ഷാളെന്ന് പറഞ്ഞേ. അപ്പം അമ്മ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവേന്ന്. അപ്പോൾ നമ്മളെ ഈ ഭാഗത്തെല്ലാം ഇന്നാണ് വോട്ട്, 11-ാം തീയതി. അപ്പോൾ രണ്ടാം ഘട്ടം പുത്തൂർ ഇവിടെ പുത്തൂർ സ്കൂളിലാണ്. അമ്മ പണിക്കൊണ്ടുകൊണ്ട് രാവിലെ പോലായി കേട്ടാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, എന്നാൽ പിന്നെ വേഗം പോയിട്ട് വോട്ടെല്ലാം ചെയ്തിട്ട് വാ. അങ്ങനെ ഇതാ അമ്മ വോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പണിക്ക് പോലായി, നല്ല തിരക്കുണ്ടായിന്ന് തോന്നുന്നു അല്ലേ? ഞാനപ്പം വോട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടായില്ലേ. അമ്മ പണിക്കൊണ്ടുകൊണ്ട് വേഗം ചെയ്തിട്ട് വന്നു കേട്ടാ. അപ്പൊ നമ്മളെ പുതിയ ഫോണിൽ എടുക്കുന്ന ആദ്യത്തെ വ്ളോഗാണ്. അപ്പൊ നല്ലതായിട്ട് വരട്ടെ. അതെ. അപ്പൊ ടാറ്റാ, വൈകുന്നേരം കാണാം. ടീക്ക് വരുന്നുണ്ട് നിങ്ങളപ്പം. പച്ചക്കറിക്കെല്ലാം വെള്ളം ഒഴിക്കണം കഴിച്ചിട്ട്. അന്നത്തെ ഇത് നട്ടിനോ? നടാ അമ്മ കോയക്കേൻ്റെ വള്ളി കൊണ്ടുവച്ചിട്ടുണ്ടായിന്. 2-3 ദിവസമായി എന്നോട് പറയുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സുഖം ഉണ്ടായിട്ടല്ല, ജലദോഷവും ചുമയെല്ലാം കാര്യമെല്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും തിരക്കെല്ലാം ആയിപ്പോയി. നടണം കോയേൻ്റെ വള്ളി. അരിയാണ്ട് ഇപ്പോഴേ പോകുന്നില്ലേ? അമ്മ വന്നു. അവിടെ ഭയങ്കര തിരക്കുണ്ടായല്ലോ, ഇപ്പം തിരക്ക് കുറഞ്ഞല്ലോ. എന്നാലും ഞാൻ വേഗം പോട്ടെ. നിങ്ങൾ ഇപ്പോഴേ ഇരുന്നില്ലേ? അങ്ങനെ വോട്ടെല്ലാം ചെയ്തിട്ട് വന്നു. എന്താ അരിയാണ്ടുണ്ടാ 2 ഒന്ന് ഓപ്പൺ വോട്ട് ചെയ്തതാണ് കേട്ടാ. അപ്പോൾ വോട്ടെല്ലാം കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ അമ്മ പണിക്ക് പോയിട്ട് വന്നു കേട്ടാ. അതിന് ശേഷം ഏരിയസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ട് അമ്മ പണിക്കും പോയിട്ടുണ്ടായിട്ടാ. പിന്നെ ഞാനും കുറച്ച് തിരക്കിലായി പോയി. ഉച്ചക്ക് പിന്നെ സാമ്പാറും അതെല്ലാം ഉണ്ടായിനി തലേന്നത്തെ, അതെല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പൊ രാത്രിക്ക് നല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. കുറേ നാളായി ഇവിടെ വാങ്ങാത്ത. അധികം മീൻ ഉണ്ടാകുമ്പോൾ ആയിരിക്കും ഇതിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും കറി ആക്കിയിട്ട് ഇതൊരു വറവ് ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇന്ന് വറവല്ല ഉണ്ടാക്കുന്നത്, നല്ല തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു ചാറൻ കറി ആക്കാമെന്ന് വിചാരിക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നല്ല ഉണക്ക നങ്ക് മാന്തള് നല്ല ചില സ്ഥലത്ത് പറയും. ഇത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ സാധാരണ നങ്കിനെ പോലെയല്ല, ഈ ഉണങ്ങിൻ്റെ തോല് കിട്ടാൻ വേണ്ടി കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഉണക്കറിക്കില്ലേ 2 തക്കാളി 2 പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഉണക്ക് തക്കാളി ഇട്ട് കാച്ചി എന്നെല്ലാം പറയും. അപ്പോൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, തക്കാളി ഇട്ടിട്ട് അങ്ങനെ വെക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉണക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉണക്ക് വേഗം വെന്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഉണക്കലൊന്ന് പൊതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തോരലൊന്ന് വലിച്ചെടുക്കാം. പൊട്ടി പോകുന്നു. ചിലതിൻ്റെ നല്ല വൃത്തി തോല് വലിച്ചാൽ കിട്ടും. എന്നാൽ അങ്ങനെ പൊട്ടി പോകുന്നു. വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറേ സമയമായിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ഇതാ ഈ ഫ്രോക്ക് നൈറ്റ് കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിനി. വീഡിയോയിൽ ഇത് ലോങ് വീഡിയോയിൽ ഇത് ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം അമ്മേനെ എന്താ കാണാത്ത വെച്ചാൽ നാളെ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട് രാവിലേക്ക്. അപ്പോൾ വന്നാടും അമ്മ അതിലെ കൂട്ടെല്ലാം റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് വരും, തന്നെ നമുക്ക് വേഗം കറിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ കറിക്ക് തക്കാളി ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം വേണ്ടു കേട്ടോ, പെട്ടെന്നാവും. അപ്പോൾ തക്കാളി വെച്ച് എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അല്ലേ സൈഡിലേക്കെല്ലാം അരവ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഉണക്കെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിലതിൻ്റെ തോല് വേഗം കിട്ടുന്നുണ്ട്, ഇനി ചിലതിൻ്റെ കിട്ടാൻ കുറച്ച് പാടുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇതുവരെയായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടാ, കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകും, ഉണക്കല്ലേ, നല്ല ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് തളിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇടുക തേങ്ങയും മഞ്ഞൾപ്പൊടിയും അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു നുള്ളി ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ചിലവർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും. അപ്പോൾ വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യുക. ഞാൻ ഒരു നുള്ളി ഏതായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ജീരകം കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ എന്താ കുറച്ച് പുളി വെള്ളത്തിൽ പുതിർത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചൊരു പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ ഷോർട്സിലെല്ലാം കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇതൊന്ന് കഴുകി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ എൻ്റെ വെള്ളമെല്ലാം പോണത്രേ. അപ്പോൾ ഏതായാലും നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ചെറിയ പൈസയില്ലോ 100-150 രൂപ ഇനി വരുന്നില്ലോ. അപ്പോൾ 1, 2, 3, 6 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അധികം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ 3/4 ഭാഗം സമയം എനിക്ക് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളീൻ്റെ അല്ലെങ്കിൽ വെളുത്തുള്ളീൻ്റെ അതിൻ്റെ ചൂടിയെല്ലാം കളഞ്ഞെടുക്കുമ്പോൾ അത് വേറെ സമയം പോയില്ല. എന്തായാലും നമുക്കൊരു വറവാക്കുന്നുണ്ടെങ്കിലും എന്താക്കുന്നുണ്ടെങ്കിലും വെളുത്തുള്ളി വേണ്ടേ. ചെറിയ ഉള്ളി പിന്നെയും സ്കിപ്പ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ഇഞ്ചി ആയാലും തോരെല്ലാം കളഞ്ഞ് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉള്ളി അങ്ങനെ മുറിച്ചെടുക്കാൻ പാടില്ല, മോശമാണ്. അതിനുശേഷം ഞാൻ ഉള്ളി മുറിച്ചൊക്കെ ഇല്ലാട്ടോ, തൊലി കളഞ്ഞിട്ട് വെക്കാം. അപ്പോൾ ഒന്നിൽ വെളുത്തുള്ളി, ഒന്നിൽ ഇഞ്ചി, ഒന്നിൽ ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളകെല്ലാം കഴുകിയിട്ട് അത് അങ്ങനെയെല്ലാം ഇതിലിങ്ങനെ എല്ലാം കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കണ്ടെയ്നർ. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുക. അപ്പം എല്ലാവരും ഒന്ന് വാങ്ങി നോക്കിക്കോ, നല്ല യൂസ്ഫുള്ളാണ്. ക്യാരറ്റ് അങ്ങനെയുള്ള സാധനം വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് വെക്കാം. ഉരുളക്കിഴങ്ങിൽ നമ്മൾ പുറത്ത് സാധാരണ അരിഞ്ഞ് ഒരു പത്തെല്ലാം അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു കറുപ്പ് കളർ വരുന്നില്ലേ, ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വരുന്നില്ല. കാരണം പ്രാവശ്യം ഉരുളക്കിഴങ്ങെല്ലാം തോരെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായി രാവിലെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി. അപ്പോൾ നമ്മളെന്താ ഉണക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലിനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലോകൂട്ടനാന്ന് ഇപ്പം എനിക്ക് വീഡിയോ എടുത്തിരുന്നത് കുറേ നേരമായിട്ട്. അച്ഛൻ എസ്കേപ്പ് ആയി അല്ലേ. അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി സെറ്റായി കേട്ടോ. വറുത്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വറുത്തിട്ട് കൊടുക്കുക, ചെറിയ ഉള്ളിയോ ഒന്നെങ്കിൽ വറുത്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കടുകും കറിവേപ്പിലയും വറുത്തിട്ട് കൊടുക്കുക. ഞാൻ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനക്കലാന്ന് കേട്ടോ, അതാണ് എളുപ്പം. എല്ലാം സിമ്പിൾ പരിപാടിയാണ്, വേഗം പണി നോക്കണം. അതിയില്ല ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കൊറ്റിയം വീട്, കുറേ പേര് നമ്മളെ വീഡിയോ കാണുന്നവർ പറഞ്ഞിട്ടുണ്ടായി കൊറ്റിയം വീട് തറവാട്, നമ്മളെ തറവാടാണ്, അതിൻ്റെ അടുത്താണ് വീഡിയോ വീട് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അതിൽ ഫ്രണ്ട്സിൻ്റെ പരം അങ്ങോട്ട് തേങ്ങ കാണാൻ പോയിട്ടായി. ഇന്ന് തുടങ്ങുന്ന ദിവസമാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിനെ കാണാത്തത്. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് പച്ച വെളിച്ചെണ്ണ നനച്ചാലും നമ്മളെ കറി റെഡി കേട്ടോ. അപ്പോൾ ഉണക്കക്കറി റെഡി ആകുമ്പോഴത്തേനും അമ്മ നല്ല കപ്പയും കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വാഴയിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് തിന്നാം. കപ്പയിലേക്ക് കുറേ ദിവസമായിട്ട് നമ്മ ഉണക്കമീൻ കറി ആക്കാത്തത്. അപ്പൊ കപ്പയിലേക്ക് നമുക്ക് എല്ലാവർക്കും മീൻ കിട്ടിയിട്ട് എല്ലാവർക്കും ഉണക്കറിയാന്ന് കുറേ നാളെ ഉണക്കറി കിട്ടാത്തത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചുകൂടി ചൂടോടെയാണ്, കുറച്ചുകൂടി തണിയുമ്പോ നല്ല കുറുക്കി സെറ്റ് ആവും. അപ്പൊ കപ്പക്ക് നല്ല ചാരണമാണ്. തിന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കൂ. അയ്യോ അത് പറഞ്ഞാൽ എടുക്കറ ഭയങ്കര ചൂട്. ഞാൻ എടുത്തരാം. പൊള്ളുന്നെടുത്തേക്കല്ലേ ഒരു ഉണക്കിന്റെ പീസ് ഉണ്ടേ, ഉണക്കൂടല്ലേ ഉണക്കറി കൂട്ടി ഞാൻ നോക്കട്ടെ. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കപ്പി ഉണക്കറി പിന്നെ
മീനുമായിട്ട് നല്ല ടേസ്റ്റാണ്. കുറച്ചത്തെ പറഞ്ഞോട്ടാ കേൾക്കോ ഒന്നും അറിയില്ല. കപ്പയും ഉണക്കറി നല്ല ടേസ്റ്റാണ്. പൊരിച്ചതായത് പൊരിച്ചിട്ട് ചുട്ടെല്ലാം നല്ല രസമാണ് കപ്പയിൽ വാങ്ങിച്ച്. കാന്താരി ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. നമ്മ ഇന്ന് കാന്താരി ചമ്മന്തി കൂടി ചമ്മന്തി. അപ്പൊ ഇതും പിന്നെ ഒരു ഉണക്ക് വറുത്തതും കാന്താരി ചമ്മന്തി സൂപ്പറാവും. മുള്ള കണക്കും നല്ല ടേസ്റ്റാണ്. രാത്രി ചോർന്നും വേണ്ടാ തോന്നൂതാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കപ്പയും ഉണക്കറിയും കൂടി തിന്നാൻ വേണ്ടിയിട്ട് നമ്മ അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പോൾ പുതിയ ഫോൺ എടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കി അങ്ങനെയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ. എങ്ങനെയുണ്ട് വീഡിയോ എടുത്ത് ക്ലാരിറ്റിയോ കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഇന്ന് ആദ്യത്തെ വീഡിയോ ആണ് ഫോൺ എടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.